ഈ ഫാൻസുകാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അതിനൊപ്പം തന്നെ മറ്റ് പോഷക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാരും ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒറ്റപ്പെടുത്തി വേട്ടയാടി. പക്ഷേ വേറൊരു ആരോപണം വന്നപ്പോൾ ഒരു പ്രതിസന്ധി പോലെ തന്നെ പാലക്കാട് പ്രകടനം നടത്തുന്നു. പാലക്കാടിലെ ബ്ലോക്ക് പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ CPM-ൻ്റെ ഓഫീസിലേക്കായിരുന്നു പ്രകടനം നടത്തേണ്ടത്, അതല്ലാതെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കല്ല. അതും തന്നെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിലും പാലക്കാടിലെ എല്ലാ പ്രവർത്തകരൊന്നും പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തത് മലമ്പുഴയിലുള്ളതും പാലക്കാടിലെ കുറച്ച് പ്രവർത്തകരാണ്. ഇപ്പോൾ നമ്മുടെ ആരാധനായ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ ഒരു ആരോപണം പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. ഇപ്പോൾ ഇനി വരുന്ന പല തെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകേണ്ട ഒരു നേതാവാണ്. അതിൻ്റെ ഭാഗമായിട്ട് CPM ഒരു രാഷ്ട്രീയമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ കൂടുതൽ ഷാഫി പറമ്പിലിനെ പ്രതിസന്ധിയിലേക്ക് ആക്കുന്ന രീതിയിലാണ് പാലക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. ഇതേ ഒരു നാണയത്തിൽ തന്നെയാണ് എനിക്ക് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്. 20 ദിവസം കഴിഞ്ഞ് പാലക്കാടത്തെ ബ്ലോക്ക് പ്രസിഡന്റ് നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ പോയി സന്ദർശിച്ച് അവിടുന്ന് ഒരു സെൽഫി എടുക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോയി സെൽഫി എടുക്കുന്നു. മൊത്തം മാധ്യമങ്ങളിലൂടെയൊക്കെ പറയുന്നു ഞങ്ങൾ ഫസ്റ്റ് നിഷേധിക്കുന്നു, കണ്ടില്ല എന്ന്, പിന്നെ കണ്ടു എന്ന് പറയുന്നു. അതിനെക്കാട്ടും നല്ലത് വളരെ ആർജവത്തോടു കൂടി തന്നെ തൻ്റെയോടൊത്തുകൂടി തന്നെ ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞത് പാലക്കാടിലെ പ്രവർത്തകർ പോലീസിൽ നിന്ന് മർദ്ദനം പേടിച്ചതും എല്ലാ തരത്തിലും പ്രതിരോധം സൃഷ്ടിക്കുന്ന പ്രവർത്തകർ ഒരു പോയിന്റ് പറഞ്ഞു. ആരും അതിനെക്കുറിച്ച് ബ്ലോക്ക് പ്രസിഡന്റോ മറ്റാരും പറഞ്ഞില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷിനെ സംബന്ധിച്ചോളം എനിക്ക് ജയഘോഷിനോട് വളരെ ഒരു പുച്ഛമാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ യൂത്ത് കോൺഗ്രസ് പാലക്കാടിലെ BJP-ക്കാർ സമരം നടത്തുമ്പോഴും CPM-കാരും DYFI-ക്കാരും SFI-ക്കാരും സമരം നടത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് യുവജന പ്രസ്ഥാന നിലയിൽ ജയഘോഷ് സത്യത്തിൽ ഷോ കാണിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഷോയാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷോ നിർത്തണം. പാർട്ടിയെ വീണ്ടും 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 പ്രതിസന്ധിയിലാക്കുന്ന പ്രവർത്തകരെല്ലാവരും മാറണം എന്നുള്ളതാണ് എൻ്റെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വനിത തന്നെ വന്ന് പരാതി പറയുന്നു. ഇത് ജില്ലാ സെക്രട്ടറി ഷാഫിക്കെതിരെ പറഞ്ഞു. രണ്ട് സാഹചര്യമല്ലേ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം രണ്ട് സാഹചര്യമാണ്. എനിക്ക് 100% ഉറപ്പാണ്. രാഹുൽ പാലക്കാടിലെ മാത്തൂരുള്ള കണ്ണാടിയിലുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ വോട്ടർമാരോടും രാഹുലിൻ്റെ ഭാഗം പറയുമെന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത്. എന്തായാലും രാഹുൽ പറയും. രാഹുൽ അത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ പറയും. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ വന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ കൂടെ കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി മെമ്പർമാരും KSU ജില്ലാ പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവരോട് വളരെ പുച്ഛാണ് തോന്നുന്നത്. അവരൊക്കെ ഫാൻസുകാരാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഷാഫിയോടും രാഹുലിനോടും രണ്ട് നിലപാട് സ്വീകരിക്കുന്നവർ, അവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ എന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്? 100% നിങ്ങൾ പരിശോധിച്ചോ. കഴിഞ്ഞ ദിവസങ്ങൾ മണിക്കൂറിനുള്ളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താൻ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിക്കുന്നു. അതേപോലെ തന്നെ പാലക്കാട് MLA ആയിരുന്നില്ലേ, കൈപ്പത്തി അടയാളത്തിലല്ലേ രാഹുൽ ജയിച്ചത്? അതേ ആ പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെ ഒന്നും ജില്ലാ അധ്യക്ഷന്മാരോ ഈ പറയുന്ന ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ആളുകളെ ഒന്നും കണ്ടില്ലെന്നല്ല ആ പ്രകടനത്തിൽ. ഈ പ്രകടനത്തിൽ കാണാത്തതിന്റെ കാരണം അവർക്ക് ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം അവർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സത്യത്തിൽ പറയുകയാണെങ്കിൽ സുരേഷ് ബാബു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള നിങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞോളി. ഞാൻ വെല്ലുവിളിക്കുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് മറുപടി പറയാൻ തയ്യാറുണ്ടോ ഈ കാര്യത്തിൽ? ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. എനിക്ക് സ്ഥാനം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മറുപടി പറയണം. എന്താ വെച്ചാൽ ഈ നേതാക്കളെ അങ്ങോട്ട് വേട്ടയാടുമ്പോൾ അവർക്ക് ഒന്നും കൂടി വേട്ടയാടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഈ പാർട്ടിയിലെ ലീഡർഷിപ്പുള്ള ആളുകളാണ്. അസോസിയേഷൻ എന്ന് പറയുമ്പോഴും ആദ്യം ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ ആഭ്യന്തര ഗ്രൂപ്പിൽ ഒരു ഓഡിയോ ഇട്ടത് സദ്ദാമായിരുന്നു. അത് വലിയ തോതിൽ പ്രചരിക്കുകയും ചർച്ചയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഈ ആളുകളും ഇതേ അഭിപ്രായം ഉന്നയിച്ച ആളുകളല്ലേ? ഇപ്പോൾ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഞാൻ പേഴ്സണലായിട്ട് ഈ പറഞ്ഞ ജയഘോഷിനടക്കം ഞാൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കൊടുത്ത ആളാണ്. കൃത്യമായിട്ട് ഞാൻ പോഡ്കാസ്റ്റിൽ മെസ്സേജ് അയച്ചു കൊടുത്ത ആളാണ്. അപ്പോഴും ജയഘോഷിന് മറുപടി പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ജയഘോഷൊക്കെ മറുപടികൾ ഇതിൽ കുറേ ആളുകൾക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോഴും പറയുന്നു പാർട്ടിയെ പേഴ്സണലി കൊണ്ടാക്കുന്ന. ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അവരുടെ നിലപാട് പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് ഇവിടെ നിലപാട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അയാൾ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങൾ അങ്ങനെ ഇഷ്ടത്തിനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഫാൻസുകാരുടെ ഒരു കൂട്ടുകെട്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിറങ്ങി, രാഹുൽ മാങ്കൂട്ട് വന്നിറങ്ങി. ഞങ്ങളൊക്കെ രാഹുലിവിടെ വരണം, സജീവമാകണം പറഞ്ഞ ആളുകളാണ്. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രം അത് മുൻകൂട്ടി അറിയുന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ അതൊരു ഫാൻസ് അസോസിയേഷൻ ആയതുകൊണ്ട് മാത്രമാണ് അവർ ഫസ്റ്റ് തന്നെ അറിഞ്ഞ് അവർ കൈകാര്യം ചെയ്യുക.